മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യം വളരെ വലിയൊരു പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ആ ഒരു നാണം കെട്ട തോൽവി, തകർന്ന് തരിപ്പണമായി പോകുന്ന തരത്തിലുള്ള ഒരു തോൽവി വളരെ വലിയ ഒരു ആഘാതമാണ് ഇന്ത്യ സഖ്യത്തിന് ഉടനീളം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. BJPയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ തരംഗം, അതായത് ഏകദേശം 230 കടന്നിട്ടുള്ള സീറ്റുകളും വെറും 50 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ ദയനീയ അവസ്ഥയും വളരെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയ ഒരു കാര്യം തന്നെയാണ്. പ്രതിപക്ഷമെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു. പ്രതിപക്ഷമെന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ ഇനി ഇല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ടാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആ ഒരു സീറ്റിൻ്റെ എണ്ണമെന്ന് പറയുന്നത്. അപ്പോൾ BJPയുടെ വലിയൊരു വിജയം അത് വളരെ വലിയ തോതിൽ തന്നെ BJPക്ക് നേട്ടമായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. കാരണം ഈ പറയുന്ന തരത്തിൽ ഇനിയാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ യഥാർത്ഥ പൊട്ടിത്തെറികൾ ഉണ്ടാകാനായിട്ട് പോകുന്നത് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവിടെ വളരെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളത് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യ സഖ്യം പിളരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതായത് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്ന് തന്നെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായിട്ടുള്ള ഉദ്ധവ് താക്കറെ തന്നെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് സഖ്യം വിട്ടുകൊണ്ട് BJPയിലേക്ക് വീണ്ടും പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞിരിക്കുന്നു. അതായത് പലതരം ചർച്ചകൾ ഇപ്പോൾ ഉദ്ധവ് താക്കറെ BJP വിഷയത്തിൽ നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നമുക്കറിയാം, അവിടെ നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉള്ളത് ഉദ്ധവ് താക്കറേക്കാണ്. കാരണം ശിവസേനയ്ക്ക് അവിടെ നേടാൻ സാധിച്ചു, ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് നേടാൻ സാധിച്ചത് 20 സീറ്റുകളാണ്. കോൺഗ്രസിനാകെ 16 സീറ്റുകൾ, NCP ശരത് പവാറിനാകെ 10 സീറ്റുകളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഉദ്ധവ് താക്കറെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേക്കേറിയാനുള്ള അവസ്ഥ അതിദയനീയം. ഒന്നാമതേ അതിദയനീയം തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും കാര്യം. അതിൻ്റെ ഇടയിൽ കൂടി ഇനിയിപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ എന്തായാലും ഈ പറയുന്ന തരത്തിൽ ഇന്ത്യ സഖ്യവുമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ഇനി യോജിച്ച് പോകാനായിട്ട് സാധ്യത വളരെയേറെ കുറവ് തന്നെയാണ്. കാരണം ഒരു തരത്തിലുമുള്ള നേട്ടമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇനിയുള്ള 5 കൊല്ലം എല്ലാ അർത്ഥത്തിലും ഇനി BJPക്ക് ഒരു തടസ്സവും കൂടാതെ, പ്രതിപക്ഷമെന്ന് പറയുന്ന ഒരു കാര്യം പോലും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടുകൂടി ഭരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഉദ്ധവ് താക്കറെ പോലൊരു വ്യക്തി, തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി 8 നിലയിൽ പൊട്ടി പാളീസാവുന്ന തരത്തിലോട്ട് ഇന്ത്യ സഖ്യം മാറിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഏറെ വലുത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തീർച്ചയായിട്ടും ഉദ്ധവ് താക്കറേക്ക് തന്നെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും BJPക്കൊപ്പം NDAക്കൊപ്പം നിന്നാൽ മതിയായിരുന്നു, കോൺഗ്രസിലേക്ക് ചാടണ്ടായിരുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കും ഉദ്ധവ് താക്കറെ ഇപ്പോൾ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ തന്നെ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിയുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കോൺഗ്രസുമായിട്ട് വലിയ തോതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ. കാരണം ഭരണമില്ല, പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഇല്ല. എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായിരിക്കുന്ന കോൺഗ്രസിനൊപ്പം നിന്നിട്ട് എന്ത് ഉപയോഗം, ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നിട്ട് എന്ത് നേട്ടമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു നേട്ടവുമില്ല എന്നുള്ളതാണ് ഉത്തരമെന്ന് പറയുന്നത്. അങ്ങനെ നേട്ടമില്ലാത്തടുത്ത് നിന്നിട്ട് എന്ത് കാര്യം? കാരണം ഉദ്ധവ് താക്കറെ അങ്ങോട്ട് പോയില്ലെങ്കിൽ പോലും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ വളരെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പല MLAമാരും ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറാനായിട്ടുള്ള എല്ലാ തരം ചർച്ചകളും നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ ഉദ്ധവ് താക്കറെ ചർച്ചയും നടക്കുന്നു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ള MLAമാർ കൂട്ടമായി BJPയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതോടൊപ്പം തന്നെ സഖ്യമായിട്ടുള്ള ഉദ്ധവ് താക്കറെ ശിവസേന അടക്കം അത് എല്ലാ അർത്ഥത്തിലും മഹാരാഷ്ട്രയിൽ പൂർണ്ണ പരാജയം എന്നുള്ള തലത്തിലേക്ക് ഓൾറെഡി പോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഒന്നും കൂടി ഉറപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പരിപൂർണമായിട്ടുള്ളൊരു പരാജയമാണ് അവിടെ ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അതിൽ നിൽക്കുന്ന MLAമാർ ഉൾപ്പെടെ എന്തായാലും മറുകണ്ഠം ചാടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ ഈ ഉദ്ധവ് താക്കറെയും പെടുമെന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും മഹാരാഷ്ട്രയിൽ കിട്ടിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തിരിച്ചടിയുടെ ആഘാതം ഇനിയും വരും ദിവസത്തിൽ കൂടുമെന്ന കാര്യം ഉറപ്പാണ്.